ചില സമയങ്ങളിൽ ഈ ഫംഗ്ഷനിൽ മൾട്ടിപ്പിൾ ക്രൈറ്റീരിയകൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഈഫ് അല്ലെങ്കിൽ ആൻഡ് ഫംഗ്ഷൻ ഉപയോഗിച്ച് മൾട്ടിപ്പിൾ ക്രൈറ്റീരിയകളെ നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ കമ്പനി ജോബ് റൈറ്റിംഗ് 4 അല്ലെങ്കിൽ അതിൽ കൂടുതൽ വരുന്നവർക്കും സ്റ്റാറ്റസ് ഫുൾ ടൈം ആയിട്ട് വരുന്നവർക്കും മാത്രമാണ് ബോണസ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതെങ്ങനെയെന്ന് നോക്കാം. ഫോർമുല ശ്രദ്ധിക്കുക. ഈഫിന്റെ കൂടെ ആൻഡ് ഫംഗ്ഷൻ ഉപയോഗിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ആൻഡ് ഫംഗ്ഷന്റെ സിന്റാക്സ് ശ്രദ്ധിക്കുക. ആൻഡ് കഴിഞ്ഞ് ലോജിക്കൽ 1 ലോജിക്കൽ 2 എന്ന് കൊടുത്തിരിക്കുന്നത് കാണാം. ഇതെന്ന് പറഞ്ഞാൽ ലോജിക്കൽ കണ്ടീഷൻസ് ആയിരിക്കും. ഓരോ കണ്ടീഷനെയും കോമ വച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. ആൻഡ് ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ ആൻഡ് കഴിഞ്ഞ് വരുന്ന കണ്ടീഷൻസ് അല്ലെങ്കിൽ ലോജിക്കൽ ടെസ്റ്റ് എല്ലാം ട്രൂ ആയിരിക്കണം. എങ്കിൽ മാത്രമേ ട്രൂ എന്ന വാല്യൂ റിട്ടേൺ ചെയ്യുകയുള്ളൂ. ആൻഡിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ തെറ്റിയിട്ടുണ്ടെങ്കിൽ ഫാൾസ് എന്ന റിസൾട്ട് ആയിരിക്കും ലഭിക്കുന്നത്. ഇവിടെ ജോബ് റൈറ്റിംഗ് 4 അതിൽ കൂടുതലാണോ എന്ന് ചെക്ക് ചെയ്തിരിക്കുന്നു. കൂടാതെ സ്റ്റാറ്റസ് ഫുൾ ടൈം ആണോ എന്ന് കൂടി ചെക്ക് ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് എൻട്രി കമ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഡബിൾ കോട്ട്സിൽ ടെക്സ്റ്റ് എൻട്രി എൻ്റർ ചെയ്ത് കൊടുക്കണം. അതുപോലെ നമ്മൾ എങ്ങനെയാണോ ടൈപ്പ് ചെയ്തിരിക്കുന്നത് ആ രീതിയിൽ തന്നെ ടൈപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്ന 2 കമ്പാരിസണും ശരിയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ട്രൂ ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഈഫിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഈഫിന്റെ ട്രൂ പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഫോൾസ് ആണെങ്കിൽ ഫോൾസ് പാർട്ട് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഫോർമുല കോപ്പി ചെയ്ത് നോക്കാം. 4ാമത്തെ റോയിലെ ഫോർമുല ഒന്ന് പരിശോധിക്കാം. F2 അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ J4 എന്ന സെല്ലിലെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽസ് 4ഉം അതുപോലെ D4 വാല്യൂ ഫുൾ ടൈമും ആയതുകൊണ്ട് കണ്ടീഷൻ ശരിയായിട്ടുണ്ട്. അതുകൊണ്ട് 2000 എന്ന ബോണസ് വാല്യൂ അപ്ലൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഫസ്റ്റ് റോയിലെ ഫോർമുല പരിശോധിച്ചാൽ ആദ്യത്തെ കമ്പാരിസൺ തെറ്റാണ്, പക്ഷെ രണ്ടാമത്തെ കമ്പാരിസൺ ശരിയാണ്. പക്ഷെ ആൻഡ് ഫംഗ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവറോൾ റിസൾട്ട് ട്രൂ ആയിട്ട് വന്നു. എന്ന് വെച്ചാൽ എല്ലാ ടെസ്റ്റും ട്രൂ ആയിട്ട് വന്നെങ്കിൽ മാത്രമാണ് ട്രൂ എന്ന വാല്യൂ എക്സിക്യൂട്ട് ചെയ്യുകയുള്ളൂ. ഇവിടെ നമുക്ക് ലഭിക്കുന്ന റിസൾട്ട് ഫോൾസ് ആയിരിക്കും. കാരണം ആദ്യത്തെ ടെസ്റ്റ് തെറ്റായതുകൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ഈഫിന്റെ ഫോൾസ് പാർട്ടിലേക്ക് പോയിട്ടുണ്ടാവും. അതായത് ബോണസ് അപ്ലൈ ചെയ്തിട്ടുണ്ടാവില്ല, ബ്ലാങ്ക് ആയിരിക്കും വരുന്നത്. ആൻഡ് ഫംഗ്ഷൻ പോലെ ക്രൈറ്റീരിയനെ കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മറ്റൊരു ഫംഗ്ഷനാണ് ഓർ ഫംഗ്ഷൻ. ആൻഡിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ ക്രൈറ്റീരിയയും ശരിയാവണമെങ്കിൽ ഓറിൽ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയകളിൽ ഏതെങ്കിലും ഒരെണ്ണം ശരിയായാൽ മതി. ഏതെങ്കിലും ഒരെണ്ണം ശരിയായാൽ ട്രൂ എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും റിസൾട്ടായി ലഭിക്കുന്നത്. ഇവിടെ ഏതെങ്കിലും ക്രൈറ്റീരിയ ശരിയായി വന്നേച്ചാൽ മതി. ജോബ് റൈറ്റിംഗ് 4 അതിൽ കൂടുതലോ അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഫുൾ ടൈം ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ബോണസ് അപ്ലൈ ചെയ്യുന്നതായിരിക്കും. ആദ്യത്തെ റോയിലെ ഫോർമുല പരിശോധിക്കാം. ഇവിടെ ജോബ് റൈറ്റിംഗിന്റെ ക്രൈറ്റീരിയ തെറ്റാണ്, പക്ഷെ സ്റ്റാറ്റസ് ഫുൾ ടൈം ആയി വന്നിരിക്കുന്നത് കൊണ്ട് ട്രൂ പാർട്ടിലേക്ക് പോവുകയും 2000 എന്ന ബോണസ് വാല്യൂ അപ്ലൈ ചെയ്ത് വന്നിട്ടുണ്ടാവുകയും ചെയ്യും. ഈ സെല്ലിലെ ഫോർമുല പരിശോധിക്കുക. ഇവിടെ ജോബ് റൈറ്റിംഗ് ക്രൈറ്റീരിയ തെറ്റാണ്. അതുപോലെ സ്റ്റാറ്റസിലെ ക്രൈറ്റീരിയ ഇവിടെ കോൺട്രാക്ട് എന്ന് പറയുന്ന വാല്യൂ ആണ് വന്നത്, ഫുൾ ടൈം അല്ല. അതുകൊണ്ട് 2 ക്രൈറ്റീരിയയും തെറ്റായതുകൊണ്ട് ഫോൾസ് എന്ന് പറയുന്ന റിസൾട്ട് ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് ഇഫിന്റെ ഫോൾസ് പാർട്ടിലേക്ക് പോയിട്ടുണ്ടാവും. അങ്ങനെ ആൻഡ് ഓപ്പറേറ്റർ ആണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ ലോജിക്കൽ ടെസ്റ്റിൽ പറയുന്ന കണ്ടീഷൻ എല്ലാം ശരിയാണെങ്കിൽ മാത്രമാണ് ട്രൂ എന്ന വാല്യൂ അവിടെ ലഭിക്കുകയുള്ളൂ. അതുപോലെ ഓർ ഓപ്പറേറ്റർ ആണെങ്കിൽ എത്ര കണ്ടീഷൻ ഉണ്ടോ അതിനകത്ത് ഏതെങ്കിലും ഒരു കണ്ടീഷൻ ശരിയാണെങ്കിൽ ട്രൂ എന്ന വാല്യൂ റിട്ടേൺ ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ കമ്പനി ബോണസിനുള്ള ക്രൈറ്റീരിയ വീണ്ടും ചേഞ്ച് ചെയ്യുകയാണ്.
ജോബ് റേറ്റിംഗ് 4 അതിൽ കൂടുതലോ ഉള്ളവർക്കും കൂടാതെ ഫുൾ ടൈമിന്റെ കൂടെ 10 വർഷമെങ്കിലും സർവീസ് ഉള്ളവർക്കും ബോണസ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഫോർമുല പരിശോധിക്കാം. ആൻഡിൽ 2 ക്രൈറ്റീരിയ കമ്പൈൻ ചെയ്തിരിക്കുന്നു. സ്റ്റാറ്റസ് ഫുൾ ടൈം ആണോ എന്ന് ചെക്ക് ചെയ്യുകയും അതുപോലെ ഇയർ ഓഫ് സർവീസ് ഗ്രേറ്റർ ദാൻ 9 ആണോ എന്ന് ചെക്ക് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ജോബ് സ്റ്റാറ്റസ് ഫുൾ ടൈമും 10 വർഷമെങ്കിലും സർവീസ് ഉണ്ടെങ്കിലാണ് ഈ ഓവറോൾ കണ്ടീഷൻ ട്രൂ ആയിട്ട് ലഭിക്കുകയുള്ളൂ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ആൻ ഫംഗ്ഷൻ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് ഈ 2 ക്രൈറ്റീരിയ ശരിയായിരിക്കണം. ഇവിടെ ഫോർമുല കോപ്പി ചെയ്ത് നോക്കാം. ഫസ്റ്റ് റോയിൽ ജോബ് റേറ്റിംഗ് 1 ആണ്. പക്ഷെ അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് ഫുൾ ടൈമും ഇയർ ഓഫ് സർവീസ് ഗ്രേറ്റർ ദാൻ 9 ആയതുകൊണ്ട് ബോണസ് അപ്ലൈ ചെയ്ത് വന്നിരിക്കുന്നു. ഓർ ഓപ്പറേറ്റർ ഏതെങ്കിലും ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ ശരിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രൂ പാർട്ടായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. എങ്കിൽ ഈ സെല്ലിൽ ഒന്ന് ഫോർമുല പരിശോധിച്ച് നോക്കാം. 5ാമത്തെ റോയിൽ ഫോർമുല പരിശോധിച്ച് നോക്കാം. ഇദ്ദേഹത്തിന്റെ ജോബ് റേറ്റിംഗ് 3 ആണ്. അതുപോലെ സ്റ്റാറ്റസ് ഫുൾ ടൈം അല്ല, ഇയർ ഓഫ് സർവീസ് ലെസ് ദാൻ 10 ആയതുകൊണ്ട് ഓവറോൾ ഫോൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അതുകൊണ്ട് ഇഫിന്റെ ഫോൾസ് പാർട്ടായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. റിസൾട്ട് വാല്യൂ ആയിട്ട് വരുന്നത് ബ്ലാങ്ക് ആയിരിക്കും. അങ്ങനെ മൾട്ടിപ്പിൾ ക്രൈറ്റീരിയകളെ ജോയിൻ ചെയ്യാൻ വേണ്ടി ഇഫിന്റെ കൂടെ ആൻഡ് അല്ലെങ്കിൽ ഓർ ഫംഗ്ഷൻ ഉപയോഗിക്കാം. ആൻഡ് ആണെങ്കിൽ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയകളെല്ലാം ശരിയായിരിക്കണം, എങ്കിലാണ് ട്രൂ എന്ന വാല്യൂ കിട്ടുകയുള്ളൂ. ഓർ ആണെങ്കിൽ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയകളിൽ ഏതെങ്കിലും ഒന്ന് ശരിയായാൽ ട്രൂ എന്ന വാല്യൂ ലഭിക്കുന്നതായിരിക്കും. ചില സമയങ്ങളിൽ ഇതുപോലെ ലെങ്തി ആയിട്ടുള്ള ഫോർമുല ഉപയോഗിക്കുമ്പോൾ ഇന്നർ ഫോർമുലകൾ ലൊക്കേറ്റ് ചെയ്യാനും ഡീബഗ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. ഫോർമുല പല ലൈനായി തിരിച്ചെഴുതിയാൽ നമുക്കിത് ഒഴിവാക്കാൻ സാധിക്കും. അതിന് നമുക്കൊരു ലൈൻ ബ്രേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. എവിടെ വെച്ചാണോ ലൈൻ ബ്രേക്ക് വേണ്ടത് അവിടെ വെച്ച് കൺട്രോൾ എൻ്റർ ഓൾട്ട് എൻ്റർ പ്രസ് ചെയ്യുക. പുതിയ ലൈൻ ആഡ് ചെയ്ത് വന്നിട്ടുണ്ടാവും. ലൈൻ ബ്രേക്ക് ആവശ്യമുള്ളിടത്തല്ല കഴ്സർ വച്ചിട്ട് ഓൾട്ട് എൻ്റർ പ്രസ് ചെയ്താൽ മതി. ഇങ്ങനെ ഫോർമുല പിരിച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഡെബഗ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓൾട്ട് എൻ്റർ പ്രസ് ചെയ്യുമ്പോൾ ലൈൻ ബ്രേക്ക് അപ്ലൈ ചെയ്തായിരിക്കും പറ്റുന്നത്. ഒരു സെല്ലിൽ വാല്യൂസ് ടൈപ്പ് ചെയ്യുമ്പോഴും നമുക്കത് അപ്ലൈ ചെയ്യാൻ സാധിക്കും.